السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا مزيدا إلى يوم الدين وبعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോട് തുടർന്ന് ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. നാലിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകണേ. നമ്മൾ സൂറത്തു ശുആറ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സൂറത്ത് ശുആറയിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഘടന നമ്മൾ മനസ്സിലാക്കിയതാണ്. നിരവധി സമുദായങ്ങളുടെ ചരിത്രം പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. 192 ആയത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അവനിൽ നിന്നാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ആയത്ത് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ്, ആകാശം താനെ അർശിനു മുകളിലാണ് എന്നതിന് തെളിവാണ് ഈ ആയത്ത്. കാരണം എന്താ? ഇറങ്ങുക, എക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു കാര്യം ഇറക്കണമെങ്കിൽ അത് മുകളിലാകണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ഡിതന്മാരായി ആളുകൾ കാണുന്ന വ്യക്തികളോട് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ലാഫി മക്കാൻ, അള്ളാഹ്ക്ക് സ്ഥലമില്ല, എല്ലായിടത്തും അള്ളാഹ് ഉണ്ട്, അള്ളാഹ്ക്ക് പ്രത്യേകിച്ചൊരു സ്ഥലമില്ല എന്ന് പറയാം. അപ്പം അത് ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിലാണ് എന്ന് അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത് ആയതൊന്നും അതാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന് കേട്ടു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് ഇറക്കിയ വഹിയാണ് ഇത് എന്ന്, അള്ളാഹു സംസാരിച്ച സംസാരമാണ് എന്ന് ഇതിൽ നിന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തൊക്കെ ഒരുപാട് ഫിത്ന നടന്നൊരു വിഷയമാണെന്ത്? ഖൽഖുൽ ഖുർആൻ എന്ന വിഷയം. അപ്പോൾ ഇമാം അബ്ദുൽ റബ്ബിൽ ആരാ? 4 മദ്ഹബിലെ ഒരു ഇമാമാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. രണ്ടാമത് ഇമാം അഹ്ലുസുന്ന, അഹ്ലുസുന്നയിലൂടെ നേതാവ് എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇപ്പോൾ ഹറമിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാറുള്ളത് ഹംബലി മദ്ഹബാണ്. ഹംബലി മദ്ഹബ് ബേസ് ചെയ്തിട്ടുള്ള കിതാബുകളാണ് ഹറമിലൊക്കെ പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി മറ്റേ ഫിഖ്ഹിലും ഹദീസിലും അഖീദയിലുമെല്ലാം വളരെ പ്രാവീണ്യമുള്ള പണ്ഡിതനായിരുന്നു ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ മുഅ്തസിലി ചിന്തകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ. മുഅ്തസിലി ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രമാണത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുക അവരുടെ ബുദ്ധിക്കാണ്. ഒരു ഹദീസ് വന്നു, ഉദാഹരണത്തിന് ഈച്ച ഒരു വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം? അതിനൊന്ന് മുക്കിയെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്. അപ്പോൾ ഈ ഹദീസിന് എന്ത് ചെയ്യും? അവരവരുടെ ബുദ്ധി കൊണ്ടളക്കും. കാരണം ഓൾറെഡി ഈച്ച വീണു,
ശേഷം ആ ഈച്ചർ ഒന്നുകൂടി മുക്കിയെടുത്താൽ അത് പ്രശ്നം കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് അത് ബുദ്ധിക്ക് യോജിക്കുന്ന ഒരു ഹദീസ് അല്ല, അത് ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയും. അതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ, അതാണ് അവരുടെ അടിസ്ഥാനം. അവരുടെ ഒരു വാദമാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത്. ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി ശക്തമായി പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, നേരെ മറിച്ച് അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഗൈറു മഖ്ലൂഖ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന്. ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾക്കിടയിലുള്ള എല്ലാ പണ്ഡിതന്മാരെ ഈ ഭരണാധികാരികൾ വഹിച്ചു. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് ഇവർ സമ്മതിച്ചിട്ടില്ല എങ്കിൽ അത് പിന്നെ ഒരുപാട് പീഡനങ്ങൾക്ക്, ഒരുപാട് ശിക്ഷകൾക്ക് നിങ്ങൾ വിധേയനാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ പീഡിപ്പിച്ചു. എല്ലാവരും പിന്മാ. 2 പണ്ഡിതന്മാർ മാത്രമാണ്, മുഹമ്മദ് ബിൻ നൂഹ് റഹ്മത്തുള്ളാഹി അലൈഹി, 2 അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർ 2 പേർ മാത്രമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല ഖുർആൻ, അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്നതിൽ ഉറച്ചെന്നത്. എന്തിനാ അവർ അങ്ങനെ റിസ്ക് എടുത്ത് പറഞ്ഞത്? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, സൃഷ്ടിയാണെന്ന് സമ്മതിച്ചുള്ള പ്രശ്നം എന്താ? യെസ്, നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലേ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളൊക്കെ അതിനൊക്കെ നാശം ഉണ്ടാവും. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഖുർആനിലും നാശമുണ്ട് എന്നാണ് അത് ഉയരെ പറഞ്ഞു വെക്കുന്നത്. ഖുർആൻ ശരിക്കും നാശം ഉണ്ടാവുക. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന കാലഘട്ടമായാൽ അവൻ ആകാശത്തിലേക്ക് ഉയർത്തുമെന്ന. ആകാശത്തിലേക്ക് ആളുകൾ എന്ന് മുതലാണോ ഖുർആനിനെ എല്ലാവരും ഖുർആനിനെ അജീവിതത്തിൽ കൊണ്ടുവരാതെ ഖുർആനിനെ അവഗണിക്കുന്നത്, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ആകാശത്തേക്ക് ഉയർത്തുമെന്നാണ്. ഖുർആൻ നശിക്കുകയില്ല. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇത് പറഞ്ഞു എന്ന്. അപ്പോൾ അതിലൊക്കെ പണ്ഡിതന്മാർ തെളിവ് കുറിച്ചൊരു ആയത്താരോ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. പിന്നെ ശേഷമുള്ള ആയത്ത് 193 ആയത്തിൽ നമ്മൾ പറഞ്ഞു നസല ബിഹി റൂഹുൽ അമീൻ. ഈ ഖുർആൻ ആര് മുഖേനയാണ് അള്ളാഹു അവതരിപ്പിച്ചത്? റൂഹുൽ അമീൻ എന്ന പേരുള്ള, റൂഹുൽ ഖുദുസ് എന്ന പേരുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലായോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഹി ഇറക്കും. അത് ഖുർആനാകട്ടെ എന്ത് വഹിയാകട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ ഇദാ ഖൗവഹു അംറു ഫിസ്സമാ, നമ്മളിവിടെ പറഞ്ഞൊരു ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുവാൻ, ഒരു കാര്യം വഹി ഇറക്കുവാൻ തീരുമാനിച്ച തകല്ലമ ബിൽ വഹി, ഹദീസിലെ പ്രയോഗകരെ അള്ളാഹു ആ വഹി കൊണ്ട് സംസാരിക്കും. സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരം ഏതുപോലെയായിരിക്കും? മിനുസമുള്ള പാറയുടെ മുകളിലൂടെ ചന്ദന വലിച്ചു പോയാൽ എത്രമാത്രം സ്ട്രോങ് ആയിട്ടാണോ ആ ശബ്ദം ഒരാളുടെ മനസ്സിൽ പതിക്കുക, അതുപോലെ അതിനേക്കാൾ ശക്തമായി അള്ളാഹുവിൻ്റെ വചനങ്ങൾ മലക്കുകളുടെ അവരുടെ നെഫ്സിൻ്റെ ഉള്ളിലേക്ക് പതിക്കുമെന്ന്. അത് പതിച്ചു കഴിഞ്ഞാൽ മലക്കുകളെല്ലാവരും ബോധരഹിതരായി വീഴുമെന്ന്. അള്ളാഹുവിൻ്റെ ഒരു വഹീനെ പോലും താങ്ങുവാനുള്ള കെൽപ്പ് ആർക്കില്ല? അള്ളാഹുവിൻ്റെ ശക്തരായ സൃഷ്ടികളായിട്ടുള്ള മലക്കുകൾക്കില്ല എന്ന. അങ്ങനെയുള്ള ഓരോ വചനങ്ങളും ഇറങ്ങിയിട്ടുള്ളത്, ശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നോക്കി നിങ്ങൾ, നമ്മളിപ്പോൾ ഓതുന്ന ഖുർആൻ, അതിൻ്റെ വചനങ്ങളുടെ ഗൗരവം എത്രയാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച സംസാരമാണ് ഖുർആൻ. അതാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഗൗരവം നമ്മൾ ഖുർആനിന് വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഇറക്കി. എങ്ങോട്ടാണ് ഇറക്കിയത്? അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്കാണ് ഇറക്കിയത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, വിശുദ്ധ ഖുർആനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇതുപോലെയുള്ള വേദഗ്രന്ഥങ്ങൾ മുമ്പ് ഇറക്കിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാണ് തൗറാത്ത്,
ആർക്കിറങ്ങിയതാ? ആർക്കിറങ്ങി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇഞ്ചീൽ ആർക്കിറങ്ങി? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. പിന്നെ സബൂർ ആർക്കിറങ്ങി? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. പിന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഏടുകൾ. അപ്പോൾ ഇതിനു മുമ്പ് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും ഉത്തമമായ വേദഗ്രന്ഥം ഏതാ? വിശുദ്ധ ഖുർആനാണ്. ഇത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ ഖുർആനിൻ്റെ പ്രത്യേകത, ഖുർആനിൻ്റെ അവതരണത്തിലുള്ള പ്രത്യേകത, അഷ്റഫുൽ ഖൽഖിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്. അല്ലേ? മനുഷ്യരിൽ വേണ്ട സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫാരാ? ഏറ്റവും സ്ഥാനമുള്ളതായിരിക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനിന് വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തത്. മൂന്നാമത്തത് ആരിലൂടെ ഇറക്കിയത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. നാലാമത്തത് ഏറ്റവും ഉത്തമമായ സമുദായത്തിലേക്കാണ് ഇറക്കിയത്. ഏറ്റവും നല്ല സമുദായം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്. അപ്പോൾ ഖുർആൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അലാ ഖൽബിക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ മർമ്മപ്രധാനമായ അവയവത്തിലേക്കാണ് എന്ത് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇറക്കിയത്. അഥവാ ഹൃദയത്തിലേക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്കാണ് ഇറക്കിയത്. അപ്പോൾ അഫ്ളലുൽ ലിസാൻ, ഏറ്റവും നല്ല ഭാഷയിലായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അഥവാ ഭാഷകളിൽ ഒരുപാട് ഭാഷ ഉണ്ടല്ലോ. അറബി ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയേക്കാൾ അവിശാലമായ മറ്റൊരു ഭാഷയില്ല എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒട്ടകത്തിന്, 1 വയസ്സ് പ്രായമുള്ള ഒട്ടകത്തിന് ഒരു പേരാണ് ബിൻതു മഖാദ്. 2 വയസ്സുള്ളതിന് പെണ്ണൊട്ടകത്തിന് ബിൻത്ത് ലബൂന്. 3 വയസ്സുള്ളതിന് ജദഅ. 4 വയസ്സുള്ളതിന് ഹുക്ക. ഇങ്ങനെ ഓരോ വയസ്സിനും ഓരോ പേരാണ്. ഒറ്റ ജീവിക്ക് ഓരോ വയസ്സിനനുസരിച്ച് പേരുകളാണ്. ഇതൊക്കെ ഒരു അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സിംഹത്തിന് മാത്രം 100 കണക്കിന് പേരുകൾ. ഒരു സിംഹം എന്ന ജീവിക്ക് മാത്രം അതിനുള്ളൊരു വിശേഷണം, എടുത്തു കാണിക്കുന്ന ഒരു വിശേഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിശേഷണത്തെ എടുത്തു കാണിക്കുന്ന രൂപത്തിലൊരു പേര്, ഉസാമ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അറബി ഭാഷക്കുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കാൻ സെലക്ട് ചെയ്ത ഭാഷ ഏതാ? ഏറ്റവും നല്ല ഭാഷ, ഏറ്റവും വിശാലമായ ഭാഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതൊക്കെ ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്, അത് മുതലാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 196-ാമത്തെ ആയത്ത്, വ ഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. വ ഇന്നഹു, ഇന്ന എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും. വിശുദ്ധ ഖുർആൻ അഥവാ തീർച്ചയായും വിശുദ്ധ ഖുർആൻ ലഫീ സുബുരിൽ അവ്വലീൻ. തീർച്ചയായും, ഫീ ഉണ്ട്. എന്ത്? സുബുരിൽ അവ്വലീൻ. സുബുർ എന്ന് പറഞ്ഞാൽ എന്താ? വേദഗ്രന്ഥങ്ങൾ. അതിൽ നിന്നാണ് സബൂർ വന്നത്. സബൂർ എന്നതിൻ്റെ ഇതിൽ നിന്നാണ് സുബുർ വന്നത്. അപ്പോൾ വ ഇന്നഹു, തീർച്ചയായും ഖുർആൻ ലഫീ സുബുരിൽ അവ്വലീൻ. എന്താ അവ്വലീൻ? മുമ്പുള്ള ഏടുകളിൽ, മുമ്പുള്ളവരുടെ പൂർവികരുടെ ഏടുകളിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. പണ്ഡിതന്മാർ പറയാണ്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെക്കുറിച്ച്, ഇങ്ങനൊരു വേദഗ്രന്ഥം വരാനുണ്ട് എന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ എല്ലാ സമുദായത്തിനും പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ്. നേരത്തെയുള്ള സമുദായങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ്. അതാണ് ഈ ആയത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം പണ്ഡിതന്മാർ പറയുന്നത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. വ ഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശം മുൻകാലത്തുള്ള വേദഗ്രന്ഥങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കി നിങ്ങൾ, മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു അവസാനത്തെ പ്രവാചകനെ കുറിച്ച് മദീനയിലുള്ള ജൂതന്മാരോട് ചെന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ മദീനയിലുള്ള ജൂതന്മാർ പറഞ്ഞത്, ഇന്ന ഹാദാ ലസമാനുഹു. ശ്രദ്ധിക്കുക,
ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്. ഇന്നഹാദാല സമാനുഹു, ഈ കാലഘട്ടം ആ പ്രവാചകന്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ പ്രവാചകൻ കടന്നു വരിക എന്ന് ഞങ്ങൾക്കറിയാം. പ്രവാചകന്റെ പ്രത്യേകത എന്താണ്, പ്രവാചകന്റെ വിശേഷണം എന്താണ് എന്നൊക്കെ ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞങ്ങളുടെ തൗറാത്തിലുണ്ട്. ഫകാന ദാലിക ആയതൻ അലാ സിദ്ഖിഹി, ആ വേദഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ആ വചനങ്ങളുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതക്കുള്ള ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് സ്വഹാബിമാരെങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, അവർക്ക് തൗറാത്തിലുണ്ടായിരുന്ന വിവരം വെച്ചിട്ടാണ്. ഇപ്പം അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നമ്മളിവിടെ പറഞ്ഞ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ആദ്യം വന്ന് കണ്ടു. കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറയാണ്, ഞാൻ കണ്ടു, മുഖത്തേക്ക് നോക്കി, എനിക്ക് ബോധ്യമായി ഇത് കളവ് പറയുന്ന ഒരാളെ മുഖമല്ല. 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു പ്രവാചകനല്ലാതെ അതിന് മറുപടി പറയാൻ കഴിയൂല. സ്വർഗത്തിലെ ആളുകൾ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം ഏതാണ്, ഒരു ആൺകുട്ടി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പെൺകുട്ടിക്ക് എങ്ങനെയാണ് പിതാവിൻ്റെ രൂപം വരുന്നത് എന്നുള്ള രൂപത്തിൽ സംശയം ചോദിച്ചു. ഇങ്ങനെ 3 സംശയങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതൊരു പ്രവാചകനല്ലാതെ മറുപടി പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ തന്നെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചരിത്രം നമ്മൾ സുദീർഘമായി ഇവിടെ വിശദീകരിച്ചാണ്. സത്യം തേടി ഇങ്ങനെ യാത്ര ചെയ്യാണ്. അങ്ങനെ ക്രിസ്ത്യാനിയായി, അത് തൗറാത്ത് പഠിച്ചു, വേദഗ്രന്ഥങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ആ ഈന്തപ്പനകൾ നിറഞ്ഞ 2 മലകൾക്കിടയിലുള്ള ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട്, ഈ അങ്ങോട്ട് പോകണട്ടോ. അങ്ങനെ വന്നു. എന്താ ചെയ്തത്, 3 കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഏതൊക്കെയാണ്? 1, പ്രവാചകനാണ് എങ്കിൽ സ്വതക്ക സ്വീകരിക്കൂല. 2, ഹദിയ കൊടുത്താൽ സ്വീകരിക്കും, അതിന് കഴിക്കും, അതിൽ നിന്ന് കഴിക്കും, സ്വതക്കേന്ന് കഴിക്കൂല. 3-മത്തത് പ്രവാചകനാണ് എന്നതിന് നുബൂവത്തിൻ്റെ, പ്രവാചകത്വത്തിൻ്റെ ഒരു മുദ്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത് തോളിനോട് ചേർന്ന്, അഥവാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തുണ്ടായിരുന്നു എന്നാണ്, അഥവാ പൊന്തി നിൽക്കുന്നൊരു ഭാഗം, അഥവാ പിന്നെ പ്രാവിൻ്റെ മുട്ട പോലെ, നമ്മൾ ഇവിടെ വിശദീകരിച്ചാണ്, പ്രാവിൻ്റെ മുട്ട പോലെ അത്രയും വലുപ്പത്തിൽ പൊന്തി നിൽക്കുന്നൊരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തുണ്ടാവും. ഇത് 3 കാര്യങ്ങളും ഇതൊരു വിശേഷണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമാണ്. ആ വിശേഷണം ഗുരു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയപ്പോൾ ഫസ്റ്റ് കുറച്ച് ഈത്തപ്പഴം കൊടുത്തു. നിങ്ങൾ ഏതായാലും മക്കത്തുനിന്ന് വരികയാണ്, ഒന്നുമില്ല, നിങ്ങളടുത്ത് നിന്ന് ഞങ്ങൾക്കറിയാം യാത്രക്കാരനാണ്, ഒന്നുമില്ല, ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് പോന്നിട്ടുള്ളത്, ഇത് കുറച്ച് സ്വതക്കയാണ്, അത് നിങ്ങൾ കഴിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്ത്, അർഹതപ്പെട്ടവർക്ക് വീതിച്ചാണ്ട് കൊടുത്തു. അതിന് കഴിച്ചില്ല. 1-മത്തെ ടെസ്റ്റ് പാസ്. 2-മതോ ഹദിയായിട്ട് പിറ്റേ ദിവസം കൊടുത്തു കൊടുത്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കഴിച്ചു. അപ്പോൾ 2-മത്തെ ടെസ്റ്റും പാസ്. 3-മത്തതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജനാസ ഇങ്ങനെ മറവ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിൽ എന്തുണ്ട്, ഒരു മുണ്ടുണ്ട്. ആ മുണ്ട് ഇങ്ങനെ നീങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, നീങ്ങിയപ്പോൾ അത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ മനസ്സിലായി, നേരെ അതാണ്ട് മാറ്റി കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിശേഷണങ്ങളും ആർക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തൗറാത്തിൽ, മുൻവേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്, വഇന്നഹു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഫീ സുബുരിൽ അവ്വലീൻ, മുൻകാലഘട്ടങ്ങളിലെ വേദഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ മോനാണോ എന്നുള്ളതിൽ എനിക്ക് 100% ഉറപ്പില്ല. ഒരു പക്ഷെ എൻ്റെ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഇത് റസൂലാണ് എന്നതിന് 100% എനിക്ക് ഉറപ്പാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നതിന് എനിക്ക് 100% ഉറപ്പാണ്. ഖാല, അദ്ദേഹം പറയാണ്, വല്ലാഹി ഇന്നി ലഅഅലമു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, വല്ലാഹി അല്ലാഹുവാണേ സത്യം, എനിക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന് എനിക്കറിയാം. അക്സറ മിമ്മ അഅലമു അന്ന ഫുലാനൻ വലദി, എൻ്റെ മകൻ, ഇന്ന ആൾ എൻ്റെ മോനാണ് എന്നതിനേക്കാൾ എനിക്ക് ഉറപ്പുണ്ടെന്ത്,
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നത് എനിക്ക് അതിനേക്കാളും ഉറപ്പാണ്. കാരണം എന്താ, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആണ് പറഞ്ഞത് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നഅഹും. ഓലെ മക്കൾ അറിയുന്നത് പോലെ, ഓലെ മക്കളാണ്. ഇപ്പോൾ ജൂതന്മാർക്ക് ഇതൊക്കെ ഞങ്ങളെ മക്കളാണ് എന്നറിയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന് ഓൽക്കറിയാം. പക്ഷെ ഓല് വിശ്വസിക്കൂല. എന്താ കാരണം? ഓല് വിചാരിച്ചിരുന്നു ഇസ്ഹാക്ക് നബിയുടെ പരമ്പരയിൽ ഇങ്ങനെ വരുമെന്ന്, ഓലെ കൂട്ടത്തു നിന്ന് ഒരാൾ നബിയായിട്ട് വരുമെന്ന്. അത് നടന്നില്ല. അറബികളിൽ നിന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സെലക്ട് ചെയ്തു. അതിൽ അഹങ്കാരം മൂത്ത് അവർ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അപ്പോൾ ഇതാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നഹു ലഫീ സുബുറിൽ അവ്വലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രതിപാദനം മുൻപ് കാലഘട്ടങ്ങളിലെ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ശേഷം പറയാണ് അവലം യകുല്ലഹും ആയതൻ അൻ യഅലമഹു ഉലമാഉ ബനി ഇസ്രായീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം അവലം യകുല്ലഹും ആയ. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അലൈസ യക്ഫീഹിം ആയ, അവർക്ക് ദൃഷ്ടാന്തമായിട്ട് മതിയായതല്ലേ അൻ യഅലമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാമെന്നത്, ഉലമാഉ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽപ്പെട്ട പണ്ഡിതന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമെന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രവാചകരെന്ന് ബനു ഇസ്രായേൽപ്പെട്ട പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയത് ഓൽക്ക് തെളിവായിട്ട് മതിയായതല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവൊക്കെ അവരിൽപ്പെട്ട പണ്ഡിതനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജൂതന്മാർ വരികയാണ്. എന്തിനാ വരുന്നത്? ഓല കൂട്ടത്തിലെ ഒരു പുരുഷനും സ്ത്രീയും വ്യഭിചരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് ചോദിക്കാൻ, എന്താ ഇപ്പം ഇവിടെ ചെയ്യേണ്ടത്, ഇബൽക്കുള്ള ശിക്ഷ എന്താണ്? എറിഞ്ഞു കൊല്ലലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെ വേദഗ്രന്ഥത്തിൽ എന്താ ഉള്ളത്? ജൂതന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളെ വേദഗ്രന്ഥത്തിൽ എന്താ ഉള്ളത് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ? അപ്പോൾ ഓല് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ആളെങ്ങനെ കരി തേക്കും, മുഖത്തൊക്കെ കരി തേച്ചിട്ട് ഓലെങ്ങനെ അങ്ങാടി കൂടിയൊക്കെ ഇങ്ങനെ റൗണ്ട് അടിക്കും. ഒരു തിന്മ ചെയ്തിക്കണെന്നുള്ളത് നാട്ടുകാരെ അറിയിച്ച് ഓലം കെട്ട് നാണം കെടുത്തും. ഇതാണ് ഞങ്ങളെ വേദഗ്രന്ഥത്തിലുള്ളത്. ചോദിച്ചു ആയത്തുർ റജും, ഇങ്ങനെ വ്യഭിചരിച്ച ആളുകളെ, വ്യഭിചാരിയെയും എറിഞ്ഞു കൊല്ലണം നിങ്ങളെ തൗറാത്തിൽ ഇല്ലേ വെച്ചു? ഇല്ല അറിഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എടുത്തുണ്ട്, പണ്ഡിതനാണ്, തൗറാത്തിനെ കുറിച്ച് നന്നായി അറിയാവുന്ന പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, എന്നാൽ തൗറാത്ത് കൊണ്ടുവരികയാണ്. അതിനെ കൊടുന്നപ്പോഴോ തൗറാത്ത് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വായിച്ചു കൊടുക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല, വായിക്കാനറിയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വായിച്ചു കൊടുക്കാൻ ആയത്തുർ റജും എത്തിയപ്പോൾ അതിൻ്റെ അവിടെ കയ്യച്ചു. ഓലെ പണ്ഡിതൻ എന്ത് ചെയ്തു? കയ്യച്ചു. എന്നിട്ട് ബാക്കി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വായിക്കുക. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കയ്യണ്ട് എടുക്കുകയാണ്. അപ്പോൾ ആയത്തുർ റജും അവിടെ. മനസ്സിലായോ? അപ്പോൾ തൗറാത്തിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഇസ്ലാം സ്വീകരിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് തെളിവായിട്ട് ഓൽക്ക് പോരെ? മക്കക്കാരെ, നിങ്ങൾക്ക് അത് പോരെ തെളിവായിട്ട്? നിങ്ങളെന്താ വിശ്വസിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരോട് ചോദിക്കാം. ഇപ്പോൾ നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തത് ഒരു അറബിയെയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളെ കൂട്ടത്തു നിന്ന് ഒരു മലയാളിനെ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു അഹങ്കാരമാണല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ടും അയാളെ അനുസരിക്കാനും അയാൾ പറയുന്നത് കേൾക്കാനും ഒക്കെ ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പം അറബികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്തു എന്നത് അറബികൾ ആ പ്രവാചകനിൽ വിശ്വസിക്കുവാനുള്ള ഒരു കാരണമല്ലേ? എന്തുണ്ടായത്? അതും ഏറ്റവും നല്ല അറബി ഗോത്രങ്ങളിലെ തറവാട്ടിൽ നിന്ന് അവരൊക്കെ അതുവരെ സമ്മതിച്ചിരുന്ന അല്ലമീൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തിരഞ്ഞെടുത്തിട്ട് ആ പ്രവാചകനെ അംഗീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാളും വലിയ ധിക്കാരികൾ വേറെ ആരാണ്? അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അതിലൊന്നും
വിശ്വസിക്കാത്ത അവരെക്കാൾ വലിയ ധിക്കാരികൾ ആരാണ് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു തരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ അവലം യകുല്ലഹും ആയ, അവർക്ക് തെളിവായി മതിയായതല്ലേ അൻ യഅലമഹു ഉലമാഉ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട പല വലിയ വലിയ പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് മക്കയിലെ മുശ്രിക്കുകൾക്ക് വ്യക്തമായൊരു തെളിവല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. ഖുർആൻ ഓതുമ്പോൾ എന്താ, ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാ, ഖുർആൻ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഊദ് ഓതണം. ഇപ്പോൾ ബിസ്മി ഓതണ്ടേ? നമ്മൾ ഓതി തുടങ്ങുന്നത് ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അഊദും ശേഷം ബിസ്മി ഓതുക. അല്ലാന്നുണ്ടെങ്കിൽ അഊദ് മാത്രം ഓതിയിട്ട് ഓത്ത് തുടങ്ങാവുന്നതാണ്. അല്ലാഹു അലം. അതാണ് ആ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം. ഇനി നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീൻ ഫഖറഅഹു അലൈഹിം മാ കാനൂ ബിഹി മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് പറയണം. ഇപ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഓല് ഖുർആന് എങ്ങനായിട്ട് വിശ്വസിക്കണില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മക്കയിൽ ഇറക്കിയ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തുകളുടെ പ്രത്യേകത എന്താ? ഭയങ്കര പവർഫുള്ളായ ആയത്തുകളാണ്, വലിയ അർത്ഥഗർഭമുള്ള ആയത്തുകളാണ്. ശക്തമായ ഭാഷയിൽ, ശക്തമായ അറബി ഭാഷയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കിയായ സൂറത്തുകളൊക്കെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം ഇവർ ഖുർആനിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ്, ഇവരുടെ ധിക്കാരം എത്രമാത്രം ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള 2 ആയത്തുകളിൽ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറയാണ് വലൗ നസ്സൽനാഹു, വലൗ ആണെങ്കിൽ, നസ്സൽനാഹു എന്താ നസ്സൽന? നസ്സല പറഞ്ഞ എന്താ? നസ്സല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി. നസ്സൽന നാം ഇറക്കി. അപ്പോൾ നാം നസ്സൽനാഹു, നസ്സൽനാഹു അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലൗ നസ്സൽനാഹു, നാം ആ ഖുർആനിനെ ഇറക്കിയിരുന്നുവെങ്കിൽ, വലൗ ആയിരുന്നുവെങ്കിൽ, നസ്സൽനാ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, ഹു അതിനെ, അപ്പോൾ വിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, അലാ ബഅദിൽ അഅ്ജമീൻ, അലാ മേൽ, ബഅദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ, അൽ അഅ്ജമീൻ, അഅ്ജമി എന്ന് പറഞ്ഞാരാ? അൽ അഅ്ജമി, നമ്മളൊക്കെ അഅ്ജമിയാണ്. അറബി ഭാഷ അല്ലെങ്കിൽ അറബികളല്ലാത്ത ആളുകൾക്കാണ് അഅ്ജമി എന്ന് പറയാം, അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയാത്തവർക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലൗ നസ്സൽനാഹു, നാം ആ ഖുർആനിനെ ഇറക്കിയിരുന്നുവെങ്കിൽ, അലാ ബഅദിൽ അഅ്ജമീൻ, അറബി ഭാഷ സംസാരിക്കാത്ത ഒരാളുടെ മേലാണ് നാം ഖുർആനിനെ ഇറക്കിയിരുന്നുവെങ്കിൽ, ഫഖറഅഹു എന്നിട്ട് ആ വ്യക്തി, അനറബിയായ ആ വ്യക്തി ആ ഖുർആനിനെ ഓതുകയും ചെയ്യുന്നു, അലൈഹിം ആ അറബികളുടെ മേൽ ഓതിക്കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാ കാനൂ ബിഹി മുഅ്മിനീൻ അവർ ആ ഖുർആനിൽ വിശ്വസിക്കുകയില്ലായിരുന്നു. ഈ ആയത്തിന് 3 നിലക്കാണ് പണ്ഡിതന്മാർ തഫ്സീർ കൊടുത്തത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും അനറബികൾക്ക് അവരുടെ ഭാഷയിൽ, അഥവാ അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഇറക്കിയാൽ ഇവരെന്ത് പറയും? ഇവർ വിശ്വസിക്കൂല. ഇവരെന്താ പറയാ? വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയൻ, ഖുർആനിനെ എങ്ങാനും അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, ലഖാലു അവർ പറയും, ലൗലാ ഫുസ്സിലത് ആയാത്തുഹു, ഇതെന്തതും ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ, ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ വിശദീകരിച്ച് ഞങ്ങൾക്ക് തിരിയുന്ന ഒരു ഭാഷയിലായിരുന്നുവെങ്കിൽ എന്ന് ഓല് പറയും. ഇപ്പം അറബി അല്ലാത്ത ഭാഷയിൽ ഇറക്കിയിട്ട് കാര്യമില്ല, ഓല് വിശ്വസിക്കൂല. ഇനി അറബിയിൽ തന്നെ, അറബി ഭാഷയിൽ തന്നെ അഅ്ജമിയായ അനറബിയായ ഒരു വ്യക്തിക്ക് ഖുർആൻ ഇറക്കിയാലോ? ഓല് പറയുന്നത് ഇവൻ പറഞ്ഞൊന്നും നമുക്ക് മനസ്സിലാവണില്ല, സംഗതി ഖുർആൻ ഓതി തരുന്നു, പക്ഷെ ഇതിൻ്റെ വിശദീകരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ, ഇത് ഓനക്ക് കറക്റ്റായിട്ട് വിശദീകരിക്കാൻ കഴിയണില്ല.
അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുക. മാ കാനൂ ബിഹി മുഅ്മിനീൻ. അവരതും പറഞ്ഞ് എന്ത് ചെയ്യൂല, അതിൽ വിശ്വസിക്കൂല. ഇനി മൂന്നാമത്തെ തഫ്സീർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഖുർആൻ ഒരു മൃഗത്തിന് ഇറങ്ങി വിചാരിച്ചോളി, സംസാരിക്കാത്തൊരു മൃഗത്തിന് ഇറങ്ങി വിചാരിച്ചോളി. ആ ഖുർആൻ ആ മൃഗം ഇവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താലും ഇവർ വിശ്വസിക്കൂല. മാ കാനൂ ബിഹി മുഅ്മിനീൻ. ഈ 3 നിലക്കും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നോക്കിക്കളെ, അനറബിയായ ഒരു വ്യക്തി അഥവാ അറബി ഭാഷ നല്ല രൂപത്തിൽ സംസാരിക്കാൻ കഴിയാത്തൊരു വ്യക്തി നല്ല ഫസീഹായ, വ്യക്തമായ, നല്ല സാഹിത്യ സമ്പുഷ്ടമായ രൂപത്തിൽ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെന്തുണ്ട്, ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാവണില്ല നിങ്ങൾക്ക്? നന്നായി അറബി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പോലും ഖുർആനിനെ പോലെയുള്ള ആയത്തുകൾ കൊണ്ടുവരാൻ കഴിയണില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ അറബി ഒന്നും സംസാരിക്കാത്ത ഒരാൾ ഈ രൂപത്തിലുള്ള വചനങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓൽക്ക് സ്വാഭാവികമായിട്ടും ഓല് വിശ്വസിക്കാൻ വേണ്ടത്. പക്ഷെ അള്ളാഹ് പറയണം, മാ കാനൂ ബിഹി മുഅ്മിനീൻ. ഓലെ എന്തൊന്നിട്ടും കാര്യമില്ല, ഓല് വിശ്വസിക്കൂല. ഒന്നും സംസാരിക്കാത്ത ഒരു മൃഗം ഖുർആൻ ഓൽക്ക് ഓതി കൊടുത്താൽ ഓല ഖുർആനിൽ വിശ്വസിക്കൂല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് കാരണം? കദാലിക, അപ്രകാരമാണ്, സലക്നാഹു. സലക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശിപ്പിക്കുക, അദ്ഖല. സലക്നാഹു, നാം അതിനെ അഥവാ അവരുടെ അവിശ്വാസത്തെ അവരിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഫീ ഖുലൂബിൽ മുജ്രിമീൻ, കുറ്റവാളികളുടെ ഹൃദയത്തിലേക്ക് അപ്രകാരം അവിശ്വാസത്തെ, ഷിർക്കിനെയും കുഫ്റിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓൽക്ക് എന്ത് ചെയ്യൂല, ഖുർആനൊന്നും ദഹിക്കൂല. ഖുർആനനുസരിച്ച് ഒരു മാറ്റം, അതിലൊരു വിശ്വാസം ഓരോ ഹൃദയത്തിൽ വരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ നോക്കി നിങ്ങൾ, പണ്ഡിതന്മാർ പറയാണ്, നമ്മളിങ്ങനെ തെറ്റ് ചെയ്താലേ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ വലിയ വലിയ തിന്മകളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈമാനുള്ള തൗഫീക്ക് അള്ളാഹു തരൂല. ഇവിടെ എന്തുകൊണ്ടാണ് ഓൽക്ക് ഖുർആനിൽ വിശ്വസിക്കുവാനുള്ള ഈമാൻ കിട്ടായിരുന്നത്? അള്ളാഹ് പറയാണ്, കദാലിക, അപ്രകാരം, സലക്നാഹു, അവരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ അഥവാ കുഫ്റിനെയും ഷിർക്കിനെയും കയറ്റിക്കൊടുത്തു. പിന്നെ ഓൽക്ക് എന്ത് ചെയ്യൂല, ഖുർആനിൽ വിശ്വസിക്കാൻ സാധിക്കൂല. നമ്മളെ ഹൃദയത്തിലേക്ക് കയറുന്നത് ഷിർക്കാണ് എങ്കിൽ, കുഫ്റാണ് എങ്കിൽ, തിന്മകളാണ് എങ്കിൽ, പിന്നെ ഈമാനിനെ ആ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കൂല. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവകരമായ ഒരായത്താണിത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക സലക്നാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. അപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റവാളികളുടെ ഹൃദയത്തിലേക്ക് ഷിർക്കിനെയും കുഫ്റിനെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അത് കാരണം ഓൽക്ക് ഖുർആനിൽ വിശ്വസിക്കാൻ സാധിക്കൂല. ഇനി രണ്ടാമത് ഈ ആയത്തിന് വേറൊരു തഫ്സീറുണ്ട്. പണ്ഡിതന്മാർ പറയണേ, കദാലിക, അപ്രകാരം, സലക്നാഹു, നാം ആ ഖുർആനിനെ കുറ്റവാളികളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഫീ ഖുലൂബിൽ മുജ്രിമീൻ, ഖുർആനിനെ കുറ്റവാളികളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. എന്നാലും അവർ മാ കാനൂ ബിഹി മുഅ്മിനീൻ, ഓലതിൽ വിശ്വസിക്കൂല. ഖുർആൻ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസമൊക്കെ ഓൽക്കുണ്ട്. ഖുർആനിൽ പറയുന്നത് സത്യമാണ് എന്ന ഉറപ്പ് അവർക്കുണ്ട്, എന്നാലും ഓല് വിശ്വസിക്കൂല. മനസ്സിലായില്ലേ? ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ആ രൂപത്തിലും ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കും, രാത്രി തഹജ്ജുദ് നിസ്കരിക്കും. രാവിലെ ആയാലും മുശ്രിക്കീങ്ങൾ എന്തറിയും, നാട്ടുകാരോട് പറയും, ഇല്ലട്ടോ നിങ്ങൾ കേട്ടു പോകരുത് ഖുർആൻ, പേച്ചോ. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും പറയില്ല, ആ പ്രസംഗം കേൾക്കരുത് കേട്ടോ, പേച്ചോ. അതുപോലെ ഖുർആൻ കേൾക്കരുത് കേട്ടോ, നിങ്ങൾ പേച്ചു പോവും. ആരും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമ്പോൾ അതിന് ചെവി കൊടുക്കരുത്. എന്നിട്ടോ ഇബലെ പണി എന്താ? ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഓലിങ്ങനെ വരും. എന്നിട്ടോ എന്തിനാ വരുന്നേ? ഖുർആൻ കേൾക്കാൻ. ആരൊക്കെ വരിക? അബൂ സുഫിയാൻ, അബൂ ജഹൽ, അൽ അഖ്നസ്, 3 പ്രമാണിമാർ, നേതാക്കന്മാരാണ് ഖുറൈശിലെ. ഓലിങ്ങനെ നാട്ടുകാരോട് രാവിലെ ആയി പറയും, നിങ്ങൾ കേൾക്കരുത് അറിയും.
രാത്രിയായാൽ ഖുർആനിൻ്റെ ഈ ഒരു സൗന്ദര്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് കേൾക്കാൻ രാത്രി ഇങ്ങനെ വരും. അപ്പോൾ ഇവരെന്താ വിചാരിക്കണേ? അബൂജഹൽ വിചാരിക്കണത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ വന്നാൽ ആരും അറിയില്ല. ഇതേ വിചാരമാണ് ആർക്കുള്ളത്? അപ്പുറത്തുള്ള അബൂ സുഫിയാനുള്ളത്. ഇതേ വിചാരമാണ് അഹ്നസിനുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദൊക്കെ നിർത്തി, ഖുർആനൊക്കെ ഓത്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഓലിങ്ങനെ പോകുമ്പോൾ വൈക്കുന്ന ഒരു മൂന്നാളും കാണും. അല്ലല്ല, നമ്മളല്ലേ ഇപ്പോൾ പറഞ്ഞത് നാട്ടുകാരോട് കേൾക്കാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ തന്നെ ഇങ്ങനെ വന്നാലോ? നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന പൊട്ടന്മാരുണ്ടല്ലോ, ഓലെങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ ഓല് നമ്മളെക്കുറിച്ച് എന്താ പറയുക? അവിടെ ഇനി വരരുത്, നമ്മൾ ഇവിടെ നിന്ന് തീരുമാനിക്കണം എന്നാണ്. അങ്ങനെ ഓല് തീരുമാനിക്കും. പിറ്റേ ദിവസം ഇതേപോലെ വരും. ഇനിയിപ്പോൾ ഏതായാലും 2 ആൾ വരില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റോൻ വരും. 3 ആൾ പിന്നെയും വരും. തിരിച്ചു പോകുമ്പോൾ പിന്നെയും 3 ആൾ കാണും. അങ്ങനെ 3 ദിവസം കണ്ടു എന്നാണ്. പിന്നെ സത്യം ചെയ്ത് ശബ്ദം ചെയ്തിട്ടാണ് 3-ാമത്തെ ദിവസം ഓല് പിരിഞ്ഞു പോയതെന്നാണ്. ഇത് പ്രശ്നമാണ് കേട്ടോ. ഇനി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നോക്കി നിങ്ങൾ, അള്ളാഹ് പറയാണ് കദാലിക സലക്നാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. അപ്രകാരം കുറ്റവാളികളുടെ ഹൃദയത്തിലേക്ക് നാം ഖുർആനിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പ്രവേശിച്ചാലും മാക്കാനു ബിഹി മുഅ്മിനീൻ, ഓരാ ഖുർആനിൽ വിശ്വസിക്കൂല. എത്രമാത്രം വളരെ അർത്ഥവത്തായ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓരോ ആയത്തുകളും കൈകാര്യം ചെയ്യുന്നത്. ഇനി അടുത്ത ആയത്ത് നോക്കി, ലാ യുഅ്മിനൂന ബിഹി, അവരെ ഖുർആനിൽ വിശ്വസിക്കൂല. ഹത്താ യറവുൽ അദാബൽ അലീം, ഏതുവരെ? ഹത്താ വരെ. യറവുൽ അദാബ, യറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. അപ്പോൾ അവർ വിശ്വസിക്കുകയില്ല. ഹത്ത, ഏതുവരെ? യറവുൽ അദാബൽ അലീം, വേദനയേറിയ ശിക്ഷ അവരവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് വരെ ഓല് വിശ്വസിക്കൂല. ഏതാണ് ഈ ശിക്ഷ? ഇപ്പം അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം, അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒന്നും വിശ്വസിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ശിക്ഷ ഒന്നും ഓലെന്ത് ചെയ്യൂല, ഗൗനിക്കൂല. ഓലിങ്ങനെ ഞമ്മക്കുള്ള ശിക്ഷയോടെ എന്തിനാ മരണം വരെ കാത്തിക്കുന്നത്, പരലോകം വരെ എന്തിനാ കാത്തിക്കുന്നത്, ഇവിടെ തന്നെ ശിക്ഷ കിട്ടിക്കോട്ടെ എന്നാണ് ഓല് പറയാം. അപ്പം നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം അവർ വിശ്വസിക്കൂല. ഏതുവരെ? ഓല് വേദനയേറിയ ശിക്ഷ കണ്ണുകൾ കൊണ്ട് കാണുന്നത് വരെ. ഓല് ശിക്ഷ കണ്ടു എന്ന്? ബദറിൻ്റെ ദിവസം. എന്താ ശേഷമുള്ള ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്? ഫയഅ്തിയഹും, ആ ശിക്ഷ അവരിലേക്ക് വരും, അവരെ തേടി വരും. ബഗ്തതൻ, പെട്ടെന്ന്, ഒരു വിചാരിക്കാത്ത രൂപത്തിൽ. ബദറിന് എങ്ങനെ പുറപ്പെട്ടത്? ബദറിൻ്റെ സാഹചര്യം എന്താ? നമ്മളത് ആ ചരിത്രം മനസ്സിലാക്കിയാലാണ് ഈ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. ബദറിൻ്റെ സാഹചര്യം എന്താ? മുസ്ലിമീങ്ങളുടെ സ്വത്തൊക്കെ ഇട്ടേച്ച് മുസ്ലിമീങ്ങൾ മക്കത്തുനിന്ന് പോയി. ആ സ്വത്തും ഇതൊക്കെ ഒരുക്കൂട്ടിയിട്ട് ഓല് ഷാമിലേക്ക് കച്ചവടത്തിന് പോവാണ്. അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്ന് കച്ചവടം ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ആ കച്ചവട സംഘത്തെ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്നത്. 300ഓളം വരുന്ന സഹാബിമാരെ കൂട്ടിയിട്ടാണ് പോണത്. കയ്യിൽ പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നുമില്ല. സാധാരണ അറബികളുടെ അടുത്തുണ്ടാവണ ആ കത്തിയും വാളും ഉണ്ടെന്നല്ലാതെ വേറെ പടക്കോപ്പുകളൊന്നുമില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ അബൂ സുഫിയാനെ ചെയ്സ് ചെയ്ത കാര്യം ആരറിഞ്ഞു? മക്കയിലെ മുശ്രിക്കുകൾ അറിഞ്ഞു. 1000ഓളം വരുന്ന പടയാളികളുമായി ഓല് വന്നു, സർവ്വസന്നാഹങ്ങളുമായിട്ടവർ. വൈക്കെന്ന് പറയേണ്ട അബൂജഹലിനോട്, ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ പോകണോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ വെറുതെ പോകണം, തല്ലുണ്ടാക്കാൻ വെറുതെ പോകണം എന്നാ ഓലിടയിൽ നിന്ന് തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഓൻ സമ്മതിച്ചില്ല. ആൾക്കാരൊക്കെ പിടിച്ചു വലിച്ചു കൊടുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫിനൊക്കെ പിടിച്ചു വലിച്ചു കൊടുന്നു. അങ്ങനെ പിടിച്ചു വലിച്ചു കൊടുന്നു. എന്തുണ്ടായത്? ഓലെന്താ ഓല് വിചാരിച്ചത് പോയി മുസ്ലിമീങ്ങൾ ഒന്നാകണ്ട് തൂഫാനാക്കി തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. അള്ളാഹ് പറയാണ് ഫയഅ്തിയഹും ബഗ്ത, ഓല് വിചാരിക്കാത്ത രൂപത്തിൽ പെട്ടെന്ന് വേദനയേറിയ ശിക്ഷ അവരിലേക്ക് ഞാൻ കൊണ്ടുവരും. മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാനാണ് വന്നത്. 300ഓളം പേര് വരുന്ന മുസ്ലിമീങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ ചെയ്തത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ബദറിൻ്റെ തലേ രാത്രി, നമ്മൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്.
ബദറിന്റെ തലേ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ ഇങ്ങനെ നടക്കാണ്. നടന്നിട്ട് പറയാണ്, ഇവിടെ ഇതാ അബൂജഹൽ ഇവിടെ മരിച്ചു വീഴും, ഇവിടെ നാളെ ഉമയ്യ മരിച്ചു വീഴും, ഇവിടെ നാളെ ഉത്ബ മരിച്ചു വീഴും, ഇവിടെ നാളെ ഷൈബ മരിച്ചു വീഴും. വിശ്വാസം ഇങ്ങനെ സ്പോട്ട് ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാണ്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഒരു ഇഞ്ച് ആ സ്ഥലം മാറൂല, അവിടെ തന്നെ ഒരു മരിച്ചു വീഴും. തലേന്നാണ് ഇത് പറഞ്ഞു കൊടുക്കണത്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാം, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പറഞ്ഞോ അവിടെ അവർ മരിച്ചു കൂടും. എന്നിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? മരിച്ചു വീണ അവരിൽ കൊല്ലപ്പെട്ട ധിക്കാരികളായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീബ് എന്ന പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ്. ഒന്നിനു മീതെ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരുടെ പേര് വിളിച്ചു. യാ അബാ ജഹൽ, അല്ലയോ അബൂ ജഹൽ. യാ ഉത്ബത്ത് ബിൻ റബീഅ, അല്ലയോ ഉത്ബ. അല്ലയോ ഷൈബ. യാ ഉമയ്യത്ത് ബിൻ ഖലഫ്, അല്ലയോ ഉമയ്യ. ഹൽ വജദ്തും മാ വഅദകുമുല്ലാഹു വറസൂലുഹു ഹഖ്ഖാ. അള്ളയും അള്ളാന്റെ റസൂലും നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എന്ത്? സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ. നിങ്ങൾ ഒരു നാൾ തോൽപ്പിക്കപ്പെടും. നിങ്ങൾ മുസ്ലിമീങ്ങളെ നെഞ്ഞത്ത് കയറുണ്ട്, പക്ഷെ നിങ്ങൾ തോൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നില്ലേ? അത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന്. പൊട്ടക്കിണറ്റിലേക്ക് മൃതദേഹങ്ങൾ തള്ളിട്ടതിന് ശേഷം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, എന്നിട്ട് പറയണം, ഫഇന്നി ഖദ് വജദ്തു മാ വഅദനി അല്ലാഹു ഹഖ്ഖാ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രോമിസുകൾ നൽകിയിരുന്നു, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എന്താ? ആഖിബത്ത്, ശരിയായ പര്യവസാനം ഒരു മുഅ്മിനെ കിട്ടുള്ളൂ എന്ന് അള്ളാഹ് മുഹമ്മദ് നബിക്കും മുസ്ലിമീനും കൊടുത്ത വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പുലർന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. നിങ്ങൾക്ക് അള്ളാഹുവും അള്ളാന്റെ റസൂലും നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? നിങ്ങൾ ഒരു നാൾ തോൽപ്പിക്കപ്പെടും, നിങ്ങൾ ഒരു നാൾ വേദനയേറിയ ശിക്ഷ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടി വരും. ആ വാഗ്ദാനം ഇപ്പൊ നിങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യമായില്ലേ? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കണേ, മരിച്ചു പോയവരല്ലേ റസൂലേ, ഓലെങ്ങനെ ഇത് കേൾക്കുമെന്ന്. നമ്മളെ നാട്ടിലെ പല ആളുകളും ഇതാണ് മരിച്ചുപോയവർ കേൾക്കുന്നുള്ളതിന് തെളിവെടുക്കൽ. ഈ ഹദീസ് മരിച്ചുപോയവർ കേൾക്കുന്നുള്ളതിന് തെളിവെടുന്ന് എങ്ങനെ ഉണ്ടാവും? ഔലിയാക്കൾ കേൾക്കുന്നുള്ളതിനാണ് ഇപ്പോൾ തെളിവുണ്ടല്ലേ. ഇവിടെ ആരാ ഇപ്പോൾ കേട്ടത്? അബൂജഹൽ. മഹാത്മാക്കളെ കേട്ടത്. മരിച്ചതിന് ശേഷം ഏത് കാഫിറിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കാഫിർ കേൾക്കുന്ന അറിയേണ്ടി വരും. രണ്ടാമത്തത് എന്താ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താ? മരിച്ചു പോയവരല്ല റസൂലേ, അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചു പോയവരെ കേൾപ്പിക്കാൻ കഴിയൂല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, ഡോലി കേൾക്കൂലല്ലോ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇജ്ജ് പറഞ്ഞ മാതിരിയല്ല, മരിച്ചു പോയവർ കേൾക്കൂല എന്ന് എന്നോട് ആരാ പറഞ്ഞത്? മരിച്ചു പോയവർ കേൾക്കുന്ന, അങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്? അല്ല. ഓല് ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അറിയുന്നത് പോലെ അവരറിയുന്നുണ്ട്. ചില ഹദീസിന്റെ റിവായത്തിൽ അങ്ങനെ വന്നത് അവരറിയുന്നു എന്നാണ്. ലയഅലമൂൻ, അവർ നന്നായി തീർച്ചയായും അറിയുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തായി പറഞ്ഞൊരു സംഭവം മഹാത്മാക്കൾ കേൾക്കുമെന്നതിന് തെളിവെടുത്തു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പറയണം, ലാ യുഅ്മിനൂന ബിഹി, അവർ ആ ഖുർആനിൽ വിശ്വസിക്കുകയില്ല. ഹത്താ യറവുൽ അദാബൽ അലീം, ഏതുവരെ? വേദനയേറിയ ശിക്ഷ അവർ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് വരെ അവർ ആ ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുകയില്ല. ആയത് മനസ്സിലായില്ലേ? ആരൊന്നും ഓതുക. ولو نسمع ولعبا والبيو وطعم ملك
كذلك سلكنا في قلوب المؤمنين لأن به الطائر وذلك ويتيمم تسمم لا يشبه. ഒരായത്തും കൂടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഖുർആൻ ക്ലാസ് ചായ ഒരു ആയത്തും കൂടി എടുത്തിട്ട് ചായ വരും, പായസം വരും ഇൻഷാ അല്ലാഹ്. എന്താണ് അടുത്ത ആയത്തിൽ അള്ളാഹ് പറയണത്? അങ്ങനെ വേദനയേറിയ ശിക്ഷ വരുമ്പോൾ, മരണം അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോളി, ഫയഖൂലു, അപ്പോൾ അവരെന്തു പറയും? ഹൽ നഹ്നു മുൻളറൂൻ, ഹൽ നഹ്നു, ഞങ്ങളല്ലയോ, മുൻളറൂൻ, ഞങ്ങൾക്ക് കുറച്ച് അവധി നീട്ടി ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടൂലേ, ഞങ്ങൾക്ക് കുറച്ചു നേരം കൂടി സമയം തരുമോന്ന് ഒരു ചോദിക്കുന്നതാണ്. നോക്കി നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ സമയം എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അള്ളാഹു രേഖപ്പെടുത്തിയൊരു സമയമുണ്ട്. ആ സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും അള്ളാഹ് മുന്നുക്ക് പിന്നുക്ക് ആക്കൂല. അതുകൊണ്ട് തന്നെ സൂറത്തു മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മലക്കുകൾ റൂഹ് പിടിക്കാൻ വരുമ്പോൾ കുറ്റവാളികളായ ആളുകൾ എന്തു പറയും? കുറച്ച് സമയം. എന്തിന്? ഞങ്ങൾ ഇവിടെ ചെയ്യാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു 5 മിനിറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യുക? ഒന്ന് നിസ്കരിക്കുക, സ്വതക്ക കൊടുക്കുക എന്ന് പറയുന്നതാണ്. എന്താ അള്ളാഹ് പറയാ? ഓൻ പറയണ വെറും വർത്താനാണത്. ഇത്രയും സമയം കിട്ടിയിട്ട് ഓൻ ചെയ്യാത്തൊരു കാര്യം ഇപ്പോൾ തൊണ്ടേക്ക് ഹൽക്ക് റൂഹെത്തിയാൽ ഓൻ ചെയ്യുമെന്ന് പറയുന്നത് അത് വെറും വർത്താനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? ഓൻ പറയണത് കേൾക്കണ്ട, പിടിച്ചോളി എന്ന് പറയും. അപ്പം അവർ മരണത്തിൻ്റെ സന്ദർഭത്തിൽ ചോദിക്കുന്നതാണ്, ഞങ്ങൾക്ക് അവധി നീട്ടി കിട്ടുമോ? ഖുർആനിൽ വിശ്വസിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുവാൻ ഒരു അവസരം തരുമോ എന്ന് മലക്കുകളോടും അള്ളാഹുവോടും ഒരു കുറ്റവാളികളായ ആളുകൾ പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഒരു അവസരം അവർക്ക് കൊടുക്കുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.